ഒന്നും രണ്ടൊന്നും അല്ലടാ, 5-6 പോലീസുകാരും കണ്ടുണ്ട്. വിട്ടോ 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 വിട്ടോ. ഇവിടെ അതിനിടയിൽ ഇത്രയും വലിയ ബ്ലോക്കായി. അവന്മാരെല്ലാം കൂടെ വളഞ്ഞിട്ടിരിക്കാനുള്ള ഐഡിയ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഐ ആം ട്രാപ്ഡ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GTA 5 പാർട്ട് 7. ഇതിനെന്താ റോട്ടിൽ കൂടെ പോണത്? അപ്പം ആണ്ട് ഇൻഫർനസ് എൻ്റെ മനസ്സു. അതായത് GTA ഗെയിംസിൽ വെച്ച് തന്നെ മോസ്റ്റ് ടോപ്പ് സ്പീഡുള്ള കാറിൽ ഒന്നാമതോ കണ്ട് കിടക്കുന്ന കാറാണ് ആ കാണുന്ന മുതൽ. നോക്കിയേ, ഈ സൈഡിൽ കൂടെ പോകാം. അവനെ കിട്ടിയില്ല. ഇതിൻ്റെ സ്പീഡ് നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പോലീസ് ഉണ്ടല്ലോ കൂടെ, അത് പ്രശ്നമില്ല. ഇതിനകത്ത് പോലീസ് തന്നെ പിടിച്ചണക്കെ തന്നെ. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് നടത്തി നോക്കാം. സ്റ്റാർട്ടാകുന്നില്ലേ? ബാക്കിൽ നിന്ന് പുക വേണ്ട. ടോപ്പ് സ്പീഡുള്ള വണ്ടികളിലൊന്നാണ് കേട്ടോ ഇത്. GTA 2 3 കണ്ട് ഇതായിരുന്നു നമ്പർ 1. ഇപ്പം സ്റ്റെബിലിറ്റി ഒക്കെ കണ്ട തിരിച്ച് വളച്ചാൽ അവിടെ നിൽക്കും വണ്ടി. നല്ലൊരു സ്ട്രൈറ്റ് റോഡ് കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഇത് മൊത്തം ട്രാഫിക്കാണ്. നിങ്ങൾക്കറിയാലോ, ഐ എം പ്രോ ഡ്രൈവർ. ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഏതോ സ്പീഡ് കിലോമീറ്റർ കാണിച്ചിരുന്നേ കൊള്ളായിരുന്നു. പറക്കുന്നു ഈയുടെ. സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞോളൂ. ഇവിടുന്നൊക്കെ എങ്ങനെ സ്റ്റെബിലിറ്റി ആണ് നിന്നതുണ്ട്. അത് എന്നാലും പറന്ന് വന്നല്ലേ നിന്നത്. 2 ഡ്രിഫ്റ്റ് അടിക്കാം. എന്റെ മോനെ 2 ഡ്രിഫ്റ്റ് അടിക്കാന്ന് വെച്ചപ്പോ അവിടെ ആ റൗണ്ട് അബൌട്ട് മൊത്തം ബ്ലോക്കായി. ഇവന്മാരൊക്കെ ഇനി വെടിവെച്ചവന്മാരെ വെച്ചത്. പോലീസാണ് എന്തൊക്കെ ഇവിടെ വന്നാ. ഏതോ സാധാ വണ്ടിയൊക്കെ എടുത്ത് നമ്മളെ വെടിവെക്കുന്ന കേട്ടാ. ഒറ്റടുത്ത് അവിടെ ഷൂട്ട് ചെയ്ത കാരണം ഇവിടെ 3 സ്റ്റാർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. 2 സ്റ്റാർ കൂടെ ആയാൽ ഫുൾ സ്റ്റാറോ. അതിന് മുന്നേ എസ്കേപ്പ് ആവട്ടെ. ഈ കാറിൽ പിന്നെ പോകണം അവർ പിടിക്കില്ല. ഇവിടെ ഏതോ സിറ്റി സൈഡാണെന്ന് തോന്നുന്നത്. അവന്മാരൊക്കെ വളഞ്ഞിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. പറന്ന് വെക്കോ. മത്സരം വയ്ക്കുന്ന എൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുമോന്നൊക്കെ. ഇവര് ഡോഗ് ഫൈറ്റ് കണക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എക്സ്പോ ഫൈലേ നടക്കുള്ളൂ. അവന്മാരെ മൊത്തം പോലെ ഇന്നുണ്ടല്ലോ. ഇവിടെ മൊത്തം പോലീസ് വണ്ടിയാണല്ലോ. എത്ര ഉണ്ടാവുമാരവിടെ. ഹിൽ സൈഡിൽ കയറിയാൽ ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. റോട്ടിൽ കൂടെ പോയാൽ അവന്മാരെ വളഞ്ഞിട്ട് പിടിക്കും. ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഹെലികോപ്റ്റർ ആ നെല്ല് വേണ്ട. അത് ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ കൊണ്ട് വരാൻ വേണ്ടിയുള്ള ഭീകര കുറ്റവാളിയൊന്നും അല്ല ഞാൻ. ആകെ 3 പേരെ കൊന്നു. അത് ഇത്ര വലിയ തെറ്റാണോ? ഇവിടെ രക്ഷപ്പെട്ടല്ലോ. എന്നിട്ടും അതിൻ്റെ സ്പീഡ് കണ്ട തകർക്കുന്നു. അയ്യോ, ട്രാക്ടർ പറ്റിയില്ല. അത് പോലീസ് വട്ടം വെച്ച് ഭാഗ്യമുണ്ട്. ഞാൻ വിചാരിച്ച ആ ട്രാക്ടർ ഇടിച്ചു. ഈ സ്പീഡിനൊക്കെ വന്ന് അതിൽ ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ടിന് ചാവും നമ്മൾ. ഞാൻ ഇതിൽ മലയുടെ മണ്ടയിൽ കയറണം എന്നൊരു പ്ലാനിൽ നിൽക്കുക. എന്നാലും രക്ഷപ്പെടാൻ പറ്റും. റോട്ടിൽ കൂടെ പോയാൽ പോലീസുകാർ കറങ്ങിയിട്ട് പിടിക്കും നമ്മളെ. ഇങ്ങനെ അങ്ങോട്ട് കയറിയേ പറ്റുള്ളൂ. എടാ, സ്റ്റെബിലിറ്റി പോയി. അതായത് കൺട്രോൾ കയ്യിൽ കിട്ടുന്നില്ല. വണ്ടിക്ക് അത്യാവശ്യം ഡാമേജ് വന്നിട്ടുണ്ട്. ടയർ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട, ഡ്രിഫ്റ്റ് ഒന്ന് ഇടിക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല. എന്ത് ചെയ്യും? പോട്ടെ. ഇതിലേക്ക് ഫ്രണ്ടിൽ കൂടെ ജെറ്റ് വിട്ടാണെങ്കിൽ പോകുന്നത്. പിന്നെ അതിന് ടയറുണ്ടോ ഒരുമാതിരി വളഞ്ഞു പോയത്? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതുണ്ട്, ഒരു ടയർ കറങ്ങുന്നില്ല. കണ്ട, നല്ല ഡാമേജ് വിട്ടിട്ടുണ്ട് ടയറിന്. ഇനിയിപ്പോൾ ഈ കാറും കൊണ്ട് രക്ഷപ്പെടുന്ന പാടാണ്. എന്നാലും അത്യാവശ്യം സ്പീഡുള്ളതുകൊണ്ട് ഇതിൽ തന്നെ പോവാം. ബാക്കി കൂടെ ഇടിച്ചിട്ട് കറക്കാണല്ലോ. ഓണക്കല്ല ചത്തില്ല. ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോക്കാൻ പറ്റുമോ? ഇവിടെ 1 2 5-6 പോലീസുകാരുണ്ട്. ഇവന്മാരെന്നെ വിടുന്ന ലക്ഷണമില്ല. ഈ കാറും കൊണ്ടിന് ഒരുപാട് ഓടാനും പറ്റും. നമുക്ക് ഇവിടെ ആമാരൊക്കെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇത് എവിടെ കൊണ്ട് പോകണു? ഇടിച്ചിട്ട് നിർത്തുക. കിട്ടിയില്ല. ഒരുത്തനെ നമ്മളെടുത്ത് അങ്ങനെയും കിട്ടിയില്ല. രണ്ടാമത്തവനെ എടുത്ത് 2 പേര് പോട്ടെ. ഞാൻ നെക്സ്റ്റ് മൂന്നാമത്തവനെ എടുത്ത് അടുത്തുണ്ട്. തലയ്ക്ക് കൊടുത്ത് ഒറ്റ ഷോട്ടിന് കൊടുത്തിരും. 4-മത്തവനെ എടുത്ത് 5 6 പ്രോ ഷൂട്ടർ 6 പേരെ എടുത്തു കേട്ടാ. ഇനിയിപ്പോൾ 2 പേരും കൂടി എങ്ങാണ്ടേ ഉള്ളൂ. 7 പോലീസുകാരെ കൊന്നു. 4 സ്റ്റാറായി. എൻ്റെ മോനെ തീ 5 എല്ലാ പോലീസുകാരെയും നമ്മൾ കൊന്നിട്ടുണ്ട്. ഒരുത്തരങ്ങനെ ഇവിടെ വെടികൊണ്ട് കിടക്കുക. ഇനിയിപ്പോൾ നമുക്ക് അറ്റത്തുള്ള കാർ അത്യാവശ്യം ഡാമേജ് ഇല്ലാത്ത കാറാണ്. അതെടുത്ത് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. 2 ഇവൻ ചത്തില്ലായിരുന്ന. റിവേഴ്സ് പോട്ട് ഈടാ. 8 പോലീസുകാരെ കണ്ട് കൊന്നിട്ട് ഒരുത്തൻ അവിടെ അടികൊണ്ട് വീണ് കിടക്കരുത്. ചത്തില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് വെടികൊണ്ട് ചത്ത്. ഷിറ്റ്, പോട്ടെ. പക്ഷെ സൂപ്പർ ഫൈറ്റായിട്ട് നമ്മൾ 4 സ്റ്റാർ എത്തിച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ സീ യു.